ഹായ് ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മറിയൂസിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഹായ് ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ആദില. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോളുടെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കുറച്ച് കമൻസ് എല്ലാം കണ്ട് മോളുടെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നെല്ലാം ചോദിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എങ്ങനെയാണ് എടുക്കുക, എന്താ എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയയും ഇല്ല. അതുകൊണ്ട് പറ്റുന്ന ക്ലിപ്സ് എല്ലാം വെച്ചിട്ടൊരു കുട്ടി വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോളെയും വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് കാരണവശാലും സമ്മതിക്കുന്നില്ല കേട്ടോ. ഭയങ്കര കരച്ചിൽ. ഞാൻ ഇങ്ങനെ പുറത്തെല്ലാം വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകണമെന്നിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അങ്ങനെ ഉമ്മ തട്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് കേട്ടോ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് മോളുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കാണാം. അങ്ങനെ രാവിലെ എണീറ്റ് പല്ല് തേക്കലും എല്ലാം കഴിഞ്ഞപ്പാന്ന് കേട്ടാ ഇങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മോളുടെ ഡേ ഇൻ മൈ ലൈഫാണല്ലോ, അപ്പോൾ പിന്നെ മോളുടെ തന്നെ എടുക്കണമല്ലോ. അങ്ങനെ ഇതാ മോൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരുമിച്ച് കൊടുക്കലാന്ന് കേട്ടാ. അതിപ്പോൾ രാവിലെ ആയാലും ഉച്ചക്കായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ മോൾക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഒരുമിച്ച് തന്നെ കഴിക്കും. അപ്പോൾ ഇന്നുണ്ടായത് വെള്ളപ്പമാണ്. വെള്ളപ്പത്തിന് തേങ്ങാപ്പാലും പഞ്ചസാരയുമാണ്. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ വെള്ളപ്പത്തിന് കറി കൂട്ടിയിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇന്നുമ്മ കറി ആക്കിയിട്ടുണ്ടായിട്ടില്ല, തേങ്ങാപ്പാൽ തന്നെയാണ് ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ മോൾക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വെള്ളപ്പം കൊടുക്കുന്നത്. വെള്ളപ്പം കുറേയായി നമ്മളെ വീട്ടിൽ ആക്കിയിട്ട് അങ്ങനെ അധികം മധുരം ഇടാണ്ട് കുറച്ച് പാൽ ചേർത്തിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടുള്ള ടേസ്റ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നത്. ഇങ്ങനെ പുതിയ ടേസ്റ്റ് എല്ലാം അറിയുമ്പോൾ കുട്ടികൾക്ക് ഒരു ആവേശം ഉണ്ടാവുമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഭയങ്കര സുള്ള് കളിച്ചിട്ട് കഴിക്കുന്നുണ്ടേനു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം പുറത്തേക്ക് വന്ന് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മഴയെല്ലാം കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ചൊരു വെയിലുണ്ട് ഇല്ല എന്നുള്ള പോലത്തെ ഒരു കാലാവസ്ഥയേനു. അപ്പോൾ പുറത്തിരിക്കൽ വൺ ടാസ്ക്കാണ് കേട്ടോ. പുറത്താമറ്റ് ഇരുന്നില്ലെങ്കിൽ പിന്നെ ചെരുപ്പിടണം, പിന്നെ പുറത്തേക്ക് ഇറങ്ങണം, റോട്ടിലേക്ക് പോകണം, ഇതെല്ലാം തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് ഇങ്ങനെ അധിക സമയമൊന്നും പുറത്തിരിക്കാൻ കഴിയില്ല കേട്ടോ. ഇപ്പം തന്നെ പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുൽമാലാക്കുന്നത്. ഇപ്പം അനിയത്തിക്കും സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. ഇങ്ങനെ കളിക്കാൻ ഒരാളുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കളിച്ചോളും. അല്ലെങ്കിൽ എന്നെ തന്നെ ഇങ്ങനെ ബേക്കുന്നേ വന്നിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. എൻ്റെ ബേക്കുന്നേ ആയിരിക്കും. അറിയാം അതെന്താ മോളെ, എന്താ വെച്ചേക്കുന്നേ? എന്താ വെച്ചേക്കുന്നേ? മന്നു മറി എന്താ വേണ്ടേ? മറിക്ക് എവിടെ പോണ്ടേ? ബാ, എവിടെയാ പോണ്ടേ? മന്നൂസേ എവിടെ പോണോ? പുറത്ത് പോണോ? വേണ്ട കാര്യല്ലേ മഞ്ഞോ, വീടിരിക്ക്. മറി ഇങ്ങ് വാ, എന്നാ വാ പോവാലോ, വാ അത് പോട്ട് വാ, വാ പുറത്ത് പോണെന്ന് പറഞ്ഞിട്ട് വാ. അറിയോ എന്നാ വേണ്ടേ? കോക്ക് വെക്കണോ? റിമോട്ട് എടുത്തു, റിമോട്ട് എടുത്തിട്ടാ. അങ്ങനെ ഇപ്പം കണ്ടില്ലേ, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ അവസ്ഥ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോകണം. അപ്പോൾ മഴയെല്ലാം പെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ചളിയെല്ലാം ഉണ്ട്. അങ്ങനെ വിചാരിച്ച പോലെ അങ്ങനെ നടക്കാനൊന്നും കഴിയില്ല. പുറത്തിറങ്ങിയാൽ പിന്നെ തട്ടാനും വിടില്ല, നമ്മൾ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും. അപ്പോൾ ഇതാ ഉള്ളിലേക്ക് കയറ്റിയപ്പം തന്നെ പിന്നെ കോക്കോമലിനെ കാണണമെന്നായി. അപ്പോൾ അത് വെച്ച് കൊടുത്തപ്പോൾ കുറച്ച് അങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ കരച്ചിലെല്ലാം.
മന്നു മനുവിന്റെ മൂക്കെടുത്തു. ആ കണ്ണെടുത്തു. ആ പല്ലെടുത്തു. പല്ല് 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 നോക്കട്ടെ. പല്ല്. ആ നാവെടുത്തു. ആ ചെവിയെടുത്തു. മുടിയെടുത്തു. ആ കൈയെടുത്തു. ആ കാലെടുത്തു. തലയെടുത്തു. ആ വായി എടുത്തു. വായി. ആ മാലയെടുത്തു. വളയെടുത്തു. പാദസരം എടുത്തു. ക്ലാപ്പ് 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 ക്ലാപ്പൊക്കെ. ആ അത് വെക്കണോ? അങ്ങനെ ടി വി കാണുമ്പം ഇങ്ങനെ എന്തെങ്കിലും എല്ലാം കളിപ്പിച്ചിട്ട് ആ ഒരു ടി വിന്നുള്ള ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ മെല്ലെ അങ്ങനെ ഓഫാക്കലാന്ന്. അല്ലെങ്കിൽ പെട്ടെന്ന് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനും ഭയങ്കര കരച്ചിലായിരിക്കും. അതുകൊണ്ട് മെല്ലനെ അങ്ങനെ ഓഫാക്കിയിട്ട് പിന്നെ അങ്ങനെ കളിച്ചോളും ഉള്ളുന്ന്. പിന്നെ ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാലും മാത്രമേ അടുത്ത പ്രശ്നം നടക്കൂ. മഞ്ഞോ മഞ്ഞോ വാ ഉമ്മിക്കരോ. ഇപ്പോഴത്തെ കൈ കൊണ്ടുവന്ന് ആ മാമ കൊടുക്കുവാ. ഇല്ല അപ്പു കൊടുക്കുവാ. ഇന്ന് ഉമ്മിക്ക എനിക്ക് മാത്രം. നല്ല മോളാണല്ലേ. നല്ല മോളെടുത്തു. അഫ്രാനെ തന്നെ പറ്റിച്ച് കൊടുക്കുന്നതാക്കി. മറി ജ്യൂസ് എങ്ങനെയാ പുളിച്ചത്? അയ്യോ ജ്യൂസ് എങ്ങനെയാ പുളിച്ചേ? ആരെ പുളിക്കുന്ന ജ്യൂസ് തന്നേ? മറി ഉമ്മാമ്മനെ നോക്കി പഠിപ്പിച്ച. മറി എങ്ങനെ കുളിക്കുവാ? കുളിക്കോ? അങ്ങനെ അങ്ങനെ കുളിക്കല് മഞ്ഞു? ഷവറിൽ കുളിക്കുന്നേ. മറി ഇങ്ങനെ പല്ലേക്കല്ലേ? മറി എങ്ങനെ ഡാൻസ് കളിക്കല്? മറീനെ എങ്ങനെ ദേഷ്യം പിടിക്കല്? മറി വയസ്സന്മാരെങ്ങനെ നടക്കുവാ? അങ്ങനെ ഇതെല്ലാം പ്രത്യേകിച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചത് നമുക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെ കാണാമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഇങ്ങനെ മോളെ കളികളും എല്ലാം അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചത്. അപ്പോൾ നമുക്കൊരു മെമ്മറി ആണല്ലോ എപ്പോഴത്തേക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഉച്ചയാകുമ്പോഴത്തേക്ക് ഉപ്പ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അംഗനവാടി വരെ പോകേണ്ട ആവശ്യമുണ്ടേനു. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അംഗനവാടി. ഹോണടിക്കേ. ഹോണടിക്കേ. അങ്ങനെ അംഗനവാടിയിൽ കുറേ കുട്ടികളെല്ലാം കണ്ടാൽ പിന്നെ ഉള്ളിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാക്കും കേട്ടോ. പക്ഷേ ഉള്ളിൽ എൻ്റെ കൈയും പിടിച്ചിട്ട് തന്നെ പോകണമെന്നാണ് പറയുക. ഞാനും കൂടി ഒരുമിച്ച് കയറണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോലത്തെ കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ലോണം കളിച്ചോളും കേട്ടോ. പക്ഷേ അങ്ങനെ ഒറ്റക്ക് പോകുന്നേ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ എല്ലാ പണികളും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതന്നെയാണ് കേട്ടോ എപ്പോഴത്തെയും അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ചിലപ്പം ടി വി കാണും, ചിലപ്പം പുറത്തോട്ട് നടക്കും, പിന്നെ ഉറങ്ങും. ഇതെല്ലാം തന്നെയാണ് മോളുടെ ഒരു ദിവസം എന്നെല്ലാം പറയുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നോ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അങ്ങനെയും ഇങ്ങനെയും കുറച്ചെല്ലാം അങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം വാരി വലിച്ചിടും. പിന്നെ ഞാൻ എടുത്ത് വെക്കുന്നതിനെ പിന്നെയും വലിച്ചിടും. ഇതെല്ലാം തന്നെയാണ് എല്ലാ ദിവസത്തെയും റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താണ് എടുത്ത് വെച്ചത് അത് വന്നിട്ട് വലിച്ചിടും കേട്ടോ. പിന്നെ അതെടുത്തിട്ട് കളിക്കുമെങ്കിലും
കുറച്ച് സമയം കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ച സമയത്ത് വന്നിട്ട് പിന്നെയും വലിച്ചിടും. അപ്പോൾ എടുത്ത് വെക്കുന്ന ടൈമായിരിക്കും കളിക്കാൻ വേണ്ടി തോന്നുക. അപ്പോൾ ഈ ഒരു പെട്ടി കണ്ട, അപ്പോൾ ഇതിലിങ്ങനെ എല്ലാ ടോയ്സും വെക്കലില്ല, കുറച്ചെല്ലാം അങ്ങ് മാറ്റി വെക്കും. അപ്പോൾ ഒരു 3-4 ദിവസം കൂടുന്ന ഞാൻ മാറ്റി വെക്കലാണ് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് മടുപ്പ് വരും, കളിക്കൂല. അപ്പോൾ വേറെ അങ്ങ് എടുത്ത് വെച്ച ടോയ്സിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിലുള്ളത് മാറ്റി വെക്കലാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വലിച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതെടുത്ത് വെക്കൽ വൺ ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ടോയ്സ് എല്ലാം എടുത്ത് പെറുക്കി വെക്കൽ തന്നെയാണ്. പിന്നെ ഇതാ കയ്യിൽ ഇങ്ങനെ വിരലിൽ ഇങ്ങനെ ഇട്ട് കളിക്കുന്നത് ഒരു ഫിംഗർ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ, ഏതൊരു സോങ്ങാണ്, കോക്കോമെലനെല്ലാം മറ്റുള്ളതാന്ന് തോന്നുന്നത്. അപ്പോൾ അതിൽ കണ്ടിട്ടാണ് കേട്ടോ, എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഇപ്പോൾ 5 വിരലിലും ഇട്ടിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ അതുപോലെ ചെയ്യുന്നതാണിത്. കൈ ഫുള്ളായാ? ആദ്യമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വായിലിടുന്ന ശീലമുണ്ടേനു. ഇപ്പം അതെല്ലാം കുറച്ചെല്ലാം മാറിയിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലുമെല്ലാം ഇങ്ങനെ വായിലിട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് വേണ്ടി കാണിച്ചു തരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ചെറിയ സാധനങ്ങളൊന്നും അങ്ങനെ വെക്കലില്ല. പിന്നെ ഈ ഒരു കുഞ്ഞു ബ്ലോക്സിലെടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ മുന്നിലുള്ള സമയത്ത് ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ ടോയ്സ് ഉണ്ടാകുമ്പോൾ കുട്ടികൾ അങ്ങനെ കളിക്കൂലല്ലോ, അതുകൊണ്ട് അങ്ങനെ കുറേ മാറ്റി വെക്കലാണ്. മാറ്റി വെച്ചത് നല്ല പിന്നെയും എവിടെന്നെങ്കിലെല്ലാം എടുത്ത് വന്നിട്ട് ഇങ്ങനെ ഈ പെട്ടിയിലിട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ സാധനവും ടിവിൻ്റെ റിമോട്ട് വരെ കാണണ്ടാൽ ഇവിടെ പെട്ടിയിൽ നോക്കിയാൽ മതി, അതിൻ്റെ അകത്തുണ്ടാകും. അപ്പോൾ ഈ ഒരു പിങ്ക് ടെഡ്ഡി ബിയർ ഉണ്ടാ, അതാണ് ഭയങ്കര ഫേവറേറ്റ്. ബേബി എന്നും പറഞ്ഞിട്ട് അതിനെടുത്ത് നടക്കും. അപ്പോൾ ഇപ്പോൾ കയ്യിലിട്ട് നടക്കുന്ന ആ ഒരു ക്യൂബില്ലേ, അത് ആദ്യം ഞാൻ മാറ്റി വെക്കലേനു. അത് ഭയങ്കരമായിട്ട് വായിലിടുന്ന ശീലം ഉണ്ടായിട്ടുണ്ടേനു. അപ്പോൾ പിന്നെ കുറച്ചിങ്ങനെ ഇടയ്ക്കെപ്പോഴെങ്കിലും 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ എടുത്തു കൊടുത്താൽ ഇങ്ങനെ കളിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കളിക്കുന്ന ടോയ്സിൻ്റെ കൂടെ ഇട്ടാൽ വായിലിടും. അതുകൊണ്ട് അങ്ങനെ ഡെയിലി അങ്ങനെ ഇട്ട് വെക്കലില്ല. പിന്നെ ഈ ഒരു ബുക്ക് ഫെയറിന് പോയ ടൈം വാങ്ങിച്ചതായിരുന്നു കേട്ടോ, കണ്ണൂർ ഫെയറിന് പോയപ്പോൾ. അപ്പോൾ കുറേ ആയി വിചാരിക്കുന്നത് കയ്യിലും ചുമലിലൊന്നും പറ്റാത്തൊരു ടൈപ്പ് പെണ്ണ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പെന്നാണ്. അപ്പോൾ ഈ ഒരു പെന്ന് വെച്ചിട്ട് ഈ ഒരു ബുക്കിൽ മാത്രമേ ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ വെള്ളം തട്ടുന്ന ഭാഗത്ത് ഇങ്ങനെ ആ ഒരു പിക്ചർ ഇങ്ങനെ തെളിഞ്ഞ് വരും. പിന്നെ അത് ഡ്രൈ ആകുമ്പോൾ അത് പഴയതുപോലെ തന്നെ ആവും, അങ്ങനെയാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഭയങ്കര ഉപകാരപ്പെട്ടു കേട്ടോ. ഇതിന് 100 രൂപയാണ് റേറ്റ് വന്നിട്ടുണ്ടായത്. അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ കുറേ ഇങ്ങനെ വരച്ച് നോക്കും കേട്ടോ, കൈക്കും കാലിനും ചുമരിനെല്ലാം. പക്ഷെ പറ്റൂല. എന്നാലും ഇങ്ങനെ ഈ ഒരു പെന്ന് കൊടുത്തിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ കളി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 3-4 പേജ് മാത്രമേ ഉള്ളൂ. കുറച്ചൊരു കാർഡ്ബോർഡ് പോലത്തെ ഒരു ബുക്കാണ്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കീറിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല. മാവിനെയാ വേണ്ട? മാവാ. മറി ഇതെന്താ മറിയ തിളക്കെന്താ? അതാ വേണ്ടേ? അങ്ങനെ നോക്കുന്നത് വേണോ? തലക്കെന്താ പറ? ഇതെന്താ മറിയ തലക്ക്? ടീ ഉണ്ട്. ബട്ടർഫ്ലൈ ഇത് മോളുടെ ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ടാണ് കേട്ടോ, ഓളുടെ കൂടെയുള്ള ഈ ഒരു ടൈമെല്ലാം മാത്രം ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചത്. മറിയ എന്താക്കുന്നേ? മാവുണ്ടാ നോക്കിയെന്നേ? ഓട്ടോ ഉണ്ട്.
എടുത്തു നോക്കട്ടെ. നമ്മൾ കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ അവരെ പോലെ ആവുക എന്നല്ലേ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കൂടെയും കുറച്ച് ടൈമെല്ലാം സ്പെൻഡ് ചെയ്യുക, അവരുടെ ഒപ്പം കളിക്കെല്ലാം ചെയ്യുക. അങ്ങനെ ഇതാ കുളിച്ചു കൊടുക്കലെല്ലാം കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ചോറെല്ലാം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ മൂക്ക് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ കഴിക്കലാന്ന്. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരുമിച്ച് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കസേരമേൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് കളിക്കുന്ന എന്തെങ്കിലും ടോയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഇരുന്ന് കളിച്ചോളും. അല്ലെങ്കിൽ ബേക്കുന്നേ നടന്നിട്ട് അങ്ങനെ കൊടുക്കേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഒരു പ്ലേറ്റും സ്പൂണെല്ലാം അങ്ങനെ കളിക്കുന്നതിൻ്റെ അകത്തുനിന്ന് വെച്ച് കൊടുത്തുകൊണ്ട് അവിടെ അങ്ങ് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇരുന്ന സമയത്ത് മെല്ലെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിപ്പിക്കാൻ വലിയ പണിയാണ്. ചിലപ്പോൾ ഒരു 2 മണിക്കൂറെല്ലാം എടുക്കും കേട്ടോ ഫുഡ് കഴിച്ച് കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ എത്ര എങ്ങനെ മുടി കെട്ടി കൊടുത്തു കഴിഞ്ഞാലും അതെല്ലാം അങ്ങനെ അയച്ച് കളയും. അപ്പോൾ എപ്പോൾ കുളിച്ചു കൊടുത്തു കഴിഞ്ഞാലും എനിക്കിങ്ങനെ മുടിയെല്ലാം കെട്ടിക്കൊടുക്കാൻ വേണ്ടി തോന്നും കേട്ടോ. അപ്പോൾ നല്ല രസമല്ലേ കുട്ടികളിങ്ങനെ മുടിയെല്ലാം കെട്ടിക്കൊടുത്ത് ക്ലിപ്പെല്ലാം വെച്ച് കൊടുക്കാൻ. പെൺകുട്ടികളുള്ള എല്ലാ ഉമ്മമാരും അമ്മമാരും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. കുട്ടികൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ഇതാ എന്തെങ്കിലും ആവശ്യത്തിന് സ്റ്റോർ റൂം തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാന്ന് കേട്ടോ അവസ്ഥ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങൂല. ഓരോ ബക്കറ്റും തുറന്നിട്ട് പൊടിയെല്ലാം എടുത്ത് കളിക്കും. പിന്നെ ഉമ്മാനെ കുറച്ച് പേടിയുള്ളതുകൊണ്ട് ഉമ്മാനെ കണ്ടു കഴിഞ്ഞാലേ ഇറങ്ങും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഫുള്ള് മൊത്തം ഇങ്ങനെ അവിടെ നിലത്തും ഡ്രസ്സിലും എല്ലാം ആക്കി വെക്കും. അപ്പോൾ ഉമ്മ തന്നെ വരണം കേട്ടോ അവിടെ നിന്ന് ഇറക്കണമെങ്കിൽ. പിന്നെ ഇതാ ലാസ്റ്റ് ഒരു പെന്ന് കിട്ടിയിട്ട് പിന്നെ ആ ഒരു പെന്ന് കൊണ്ട് ഭയങ്കര കളിയേനു. ഫുള്ള് വരച്ചിടും. ഓളെ കൈക്ക് മാത്രമല്ല നമ്മളെ കൈയും കൂടി കാണിച്ചു കൊടുക്കേണ്ടി വരും വരച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എവിടെ പെന്ന് എങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാലും കയ്യിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പെന്ന് കൊണ്ട് വരച്ചിടലാണ് ഇപ്പോഴത്തെ മെയിൻ പണി. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനെ വരഞ്ഞാലും മഷി പുറത്ത് വരാത്ത ടൈപ്പ് പെന്നുണ്ടാവുമല്ലോ. ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ഒരു മാജിക് ബുക്കിൻ്റെ കൂടെ കിട്ടിയ പെന്നില്ലേ, അതുപോലത്തെ പെന്നെല്ലാം പരത്തി നടക്കലുണ്ടേനു. അങ്ങനെ ലാസ്റ്റ് വന്നിട്ട് ആ ഒരു ടൈപ്പ് കിട്ടിയത്. കുറേ നടന്നിട്ടാണ് അങ്ങനെ ഒരു പെന്നുണ്ട് എന്ന് തന്നെ അറിഞ്ഞത്. അങ്ങനെ ഇതാ ഉപ്പ മുറ്റത്ത് ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയ ടൈം മോളും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് മുറ്റത്ത് ഇറങ്ങുന്നത് നോക്കി നടക്കുന്നതാണ് കേട്ടോ. വെള്ളോന്ന് ഈ കഴിക്കൂ അങ്ങോട്ട് കഴിക്കൂ. ഇത് ചെടിക്ക് വയ്ക്കും മഞ്ഞു. അയ്യോ എന്തേ കാലിന് മണ്ണായിട്ട് അതാ എന്തേ എന്താ എല്ലാ കാലിന് മണ്ണായോണ്ട് ചെരുപ്പ് കഴിച്ചാന്നാ പറയുന്നത്. അങ്ങനെ ഇതാ ചെടിക്ക് വെള്ളം നനയ്ക്കുന്ന ടൈം കാലിൽ മണ്ണ് തെറിച്ചതാണ് കേട്ടോ. അപ്പം മണ്ണായി കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടും ഉള്ളിലേക്ക് വന്നതാണ്. അപ്പോൾ ഇതാ കാലിന് എന്തെങ്കിലും ചെളിയോ മണ്ണോ, കാലിന് മാത്രമല്ല കൈക്കോ കാലിനോ എന്തെങ്കിലും ഒരു പൊടിയെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ അത് കഴുകി കൊടുക്കണം. അപ്പോൾ ഇതാ അത് കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായത്. എന്ത് കാലിനെന്തായിനെ കാലിനെന്തായ മോളെ? വാ കാല് കഴുകിത്തരാലോ. വാ വാ മഞ്ഞു കാല് കഴുകിത്തരാലോ. വാ അതാ അഫ്ര എടുത്തോടുത്ത മറിങ്ങ വാ മഞ്ഞു മറി ബോൾ നോക്കട്ടെ. താ ഉമ്മിക്ക് തരുവാ മഞ്ഞോ.
മറി ഇതെന്താ ബോളില് ഇതെന്താ അമ്പയാ അതാ എടുത്തു കൊടുക്ക മറിയോ ഫ്ലൈങ് കിസ് കൊടുത്ത എല്ലാവർക്കും ടാറ്റ ബായ് പറ ടാറ്റ ബായ് ആക്ക് ലൈക്ക് ആക്ക് ലൈക്ക് ഓ അങ്ങനെയാ ലൈക്ക് മന്നൂസിന്റെ ലൈക്ക് അങ്ങനെയാ ആയാ ലൈക്കായാ ഒക്കെ തിരിയുന്നില്ല കൈ എങ്ങനെയാണ് വെക്കണ്ടേ ഇതിങ്ങനെ മറിങ്ങനെ അങ്ങനെയല്ല എന്നാ മന്നൂസിൻ്റെതാ ഓ അങ്ങനെയാ അങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നാ എന്തേ എന്നാ ടാറ്റ ബായ് ഫ്ലൈങ് കിസ് കൊടുക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും അതിന് എത്രത്തോളം എങ്ങനെയെല്ലാം ഉണ്ടെന്ന്, എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ലാണ്ട് എങ്ങനെയെല്ലാം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു മര്യാദയ്ക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ഇനി എപ്പോഴെങ്കിലും ഇടുക ഇൻഷാ അല്ലാ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലേ മന്നു? ലൈക്കാക്ക് മതി, ലൈക്ക് ചെയ്യാൻ പറ മന്നു. മന്നു ലൈക്കാക്കിയട്ടെ, എല്ലാവരും ലൈക്കാക്ക് പറ. ലൈക്ക് ലൈക്ക് ബൈ. അങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് ബൈ ആക്ക്. ദേഷ്യം പിടിക്കണം മഞ്ഞു. എന്തിനാ നോക്കി പഠിപ്പിക്കുന്നേ? ഓർക്കണ്ട നമുക്കിനി